കാത്തുകാത്തിരുന്ന ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. നമ്മൾ ഈ സമയത്ത് നനച്ചുകുളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവരാണ്. നനച്ചുകുളി എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നൊരു രീതിയാണ് റമദാനിന് മുൻപേ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു നനച്ചുകുളിയുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് നമുക്കൊന്ന് പഠിക്കാം. അതുമാത്രമല്ല, ബറാഅത്ത് വരുന്നതിന് മുൻപ് 6-7 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുക്കി വെക്കണം കേട്ടോ. ആ ഒരുക്കി വെച്ച് റെഡിയായിരുന്നില്ലെങ്കിൽ ബറാഅത്ത് നമുക്ക് കിട്ടൂല. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ആ ബറാഅത്ത് കിട്ടിയില്ലെങ്കിൽ ഇക്കൊല്ലമാണ് നമ്മുടെ മരണമെങ്കിൽ നമ്മളെക്കാൾ ഭാഗ്യഹീനരാരാണ്? അതുകൊണ്ട് ബറാഅത്ത് നമുക്ക് എങ്ങനെയും കിട്ടണം. അത് പടച്ചോനിൽ നിന്ന് വാങ്ങിയെടുക്കണം. അവൻ്റെ കാരുണ്യം കൊണ്ട് ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കാത്തിരുന്ന ബ്രാത്ത് വരെയാണ്. ബ്രാത്തല്ല, ബറാഅത്ത് അല്ലേ? അങ്ങനെ കുറേ സംഗതിയൊക്കെ ഉണ്ട് നമുക്ക്. ബ്രാത്ത് എന്ന് പറയുന്ന ഉമ്മമാർ ഇപ്പോഴും ഉണ്ടെങ്കിലും മാറ്റിക്കൊള്ളണം കേട്ടോ. ബ്രാത്തും ഭ്രാന്തൊന്നും അല്ല, ബറാഅത്ത്. എന്താണ് ബറാഅത്ത്? അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സാധനമാണ് ഈ തറാവിയഹിന്. പല ഉമ്മമാരും ഞങ്ങളുടെ നാട്ടിലൊക്കെ ത്രാവിയക്ക് പോണില്ലേ, ത്രാവിയല്ല തറാവിയഹ് അല്ലേ. ഇഷായിനെ ഏഷ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളല്ല, പല ആളുകളും പറയാറുണ്ട് അല്ലേ, ഐഷ അല്ലേ. അപ്പോൾ പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോഴേ 7 കാര്യങ്ങൾ ഒരുക്കി വെച്ച് ഭംഗിയായിരിക്കണം നമ്മൾ. അപ്പോഴാണ് ബറാഅത്തിൻ്റെ കൂലി നമുക്ക് കിട്ടുക. അത് നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് അത്രമേൽ വലിയ അനുഗ്രഹങ്ങളൊക്കെ പടച്ചോൻ ഇറക്കി തരുമ്പോഴേ നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? നമ്മളും പടച്ചോനും തമ്മിൽ പിന്നെ എന്ത് ബന്ധമാണ്? പടച്ചോനെ, അങ്ങനെ നഷ്ടപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ് ശഅബാൻ 15 രാത്രിയാണത്. അതായത് ഫെബ്രുവരി 2 തിങ്കളാഴ്ച മഗ്രിബോടുകൂടെ നമ്മൾ ബറാഅത്ത് രാവിലേക്ക് കടക്കുകയാണ്. തിങ്കളാഴ്ചയുടെ മഗ്രിബോടുകൂടെ ബറാഅത്ത് രാവിലേക്ക് കടക്കുകയാണ് അല്ലേ. ആ രാവ് അള്ളാഹുവിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള രാവാണ്. അതിൻ്റെ പേര് തന്നെ ബറാഅത്ത് എന്നാണ് ഇല്ലേ. ഞാൻ പറഞ്ഞു ബ്രാത്തല്ല, ബറാഅത്ത്. എന്താ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ? മോചനമാണ്. എവിടെ നിന്നൊക്കെ മോചനം? നിങ്ങൾ എന്തിൽ നിന്നെല്ലാം മോചനം ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ പടച്ചോ നിങ്ങൾക്ക് മോചനം തരും. പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, അതുപോലെ അപകടങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, കടത്തിൽ നിന്ന്, വാറ്റെവർ നിങ്ങൾ എന്തിൽ നിന്നെല്ലാം മോചനം ആഗ്രഹിക്കുന്നുണ്ടോ ആ രാവിലെ അള്ളാഹു എല്ലാത്തിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം തരും. ഏറ്റവും മർമ്മപ്രധാനമായിട്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന രാവാണ് ലൈലത്തുൽ ബറാഅ, നരകമോചനം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോലും പഠിപ്പിച്ചില്ലേ, തങ്ങൾ തന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു. അന്നത്തെ രാത്രി അള്ളാഹു കയ്യും കണക്കുമില്ലാതെ നരകമോചനം നടത്തുന്ന രാത്രിയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ചോനെ, നീ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അതായത് ആകാശലോകത്ത് 2 പെരുന്നാളുണ്ട്. നമുക്ക് 2 പെരുന്നാളുകളുണ്ട് അല്ലേ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. എന്നാൽ മലക്കുകൾക്ക് അതുപോലെ ഒരു ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളൊക്കെ ഉണ്ട് എന്നാണ്. 2 പെരുന്നാളുകൾ. ഒന്ന് ലൈലത്തുൽ ഖദറാണ്, മറ്റൊന്ന് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവാണ്. അത് അവരുടെ പെരുന്നാൾ രാത്രിയാണ്. അപ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമ്മളെന്തിനു കൊള്ളാം? ഈ ദിവസം നഷ്ടപ്പെട്ടാൽ 400 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ രാത്രി, അതായത് ബറാഅത്തിൻ്റെ രാവ് നഷ്ടപ്പെട്ടാൽ, ഇന്നത്തെ രാത്രിയല്ല, ബറാഅത്തിൻ്റെ രാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 400 കൊല്ലം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 400 കൊല്ലം, അങ്ങനെയുള്ള അത്ര വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. ആ കൃത്യമായി ലൈലത്തുൽ ബറാഅത്തിനെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ 400 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം, അത് ഹദീസുകളുടെയും മഹാന്മാരുടെ കൗലുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കലേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഈ ബറാഅത്ത് രാവിൻ്റെ പുണ്യം കേട്ടപ്പോഴേ ഈസാ നബി പോലും പറഞ്ഞു പോയി, പടച്ചോനെ, ഞാൻ മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഏത് ഒരു ഉമ്മത്തിൻ്റെ നായകനാണാര്? നബിയുല്ലാഹി വ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ആ ഈസാ നബി പോലും മുത്തുനബിയുടെ ഉമ്മത്താകാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും മർമ്മപ്രകാരം മുത്തുനബി തന്നെയാണ്.
ഏറ്റവും മർമ്മപ്രധാനം മുത്തുനബി തന്നെയാണ്. മുത്തുനബിയുടെ ഉമ്മത്താകാൻ ആരാ കൊതിക്കാത്തത്? മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബറാഅത്ത് രാവാണ്. ഈ രാവ് ഇങ്ങനെ ഇത്രയും മഹത്വമുള്ളൊരു രാവൊക്കെ ഉണ്ടെങ്കിൽ ആ മുത്തുനബിയുടെ ഉമ്മത്തായ മതിയായിരുന്നു എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പോലും കൊതിച്ചിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. 5 രാത്രികൾ പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ്. 5 രാത്രികളിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്നാണ് അല്ലേ? അതിൽപ്പെട്ട ഒന്നാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിലെ 15ാമത്തെ രാവ്. അതാണ് ബറാഅത്തിൻ്റെ രാവ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുകളുണ്ട് അതിന്. ഒന്ന് ലൈലത്തുൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രി. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കണം. എന്ത് ചോദിക്കും റബ്ബിനോട്? എന്ത് ചോദിക്കും? എന്തൊക്കെ ചോദിക്കണം എൻ്റെ പടച്ചവനോട്? എനിക്ക് ചോദിക്കാൻ അവനേ ഉള്ളൂ, എന്തും ചോദിക്കാമല്ലോ. കണക്കും കയ്യും കണക്കൊന്നുമില്ല, നമുക്ക് അല്ലാഹല്ലേ ഉള്ളൂ, എന്തും ചോദിക്കാം. പക്ഷെ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ആരെയാണ്? എപ്പോഴും നമ്മൾ പറയാറില്ലേ, ആദ്യം ആരെ ചോദിക്കണം? അള്ളാഹിനെ ചോദിക്കണം. പടച്ചവനെ ചോദിക്കണം, പടച്ചവനെ ചോദിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ വന്നിരും, എല്ലാം ചോദിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ. അപ്പോൾ അള്ളാഹിനോട് ചോദിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്ത് വെച്ച് നല്ല ബോധ്യത്തിൽ ആ രാത്രിയെ മുതലാക്കണം. മറ്റൊരു പേര് ലൈലത്തുൽ ഖിസ്മത്തി വത്തഖ്ദീർ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ വിവാഹം, അതായത് ഇക്കൊല്ലം ഹജ്ജിയോ ഇക്കൊല്ലം മരിക്കോ അങ്ങനെ തുടങ്ങി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതൊരു ലിസ്റ്റാക്കി, അതായത് നമ്മുടെ ഭാഷ പറഞ്ഞ ലിസ്റ്റാക്കി മലക്കുകളിലേക്ക് ഏൽപ്പിക്കുന്ന അതിവിശിഷ്ടമായ രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. അപ്പോൾ പടച്ചോനെ ഇക്കൊല്ലം ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു ഹജ്ജ് തരണേ അല്ല, അല്ലെങ്കിൽ ഇക്കൊല്ലം നീ മരിപ്പിക്കല്ലേ അല്ല, ഒരുപാട് നല്ലത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ല, ദുനിയാവിൽ ആഖിറത്തിൽ നാണക്കേട് തരല്ലേ അല്ല, കടം വീട്ടിൽ തരണേ അല്ല. അള്ളാഹിനോട് ചോദിക്കാലോ. നമ്മുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന മനോഹരമായ രാവല്ലേ അള്ളാഹിനോട് മനസ്സറിഞ്ഞ് ചോദിക്കാനുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങണം. 7 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? ഒന്ന് നനച്ചുകുളിയാണ്. എന്തുകൂട്ടി നനച്ചുകുളി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയാം നമ്മുടെ വീട് പരിസരമൊക്കെ വൃത്തിയാക്കും റമദാനിന് മുമ്പ് ഇല്ലേ? ഒരു പരിശുദ്ധ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഭംഗിയായി വൃത്തിയായി കിടക്കണം, നല്ല സുഗന്ധം ഉണ്ടാവണം, മലക്കുകളൊക്കെ ഇങ്ങനെ അടുത്തോട്ട് വരും. ഇത് മാറാലെയും മറ്റ് കച്ചറകളൊക്കെ ആയിട്ട് വീടാകെ അലങ്കോലായി കിടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ എന്ത് മാലാക വരാനാ? ശൈത്വാൻ്റെ കൂടായി മാറും എന്നല്ലാതെ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു രൂപമുണ്ട് നനച്ചുകുളിയുടെ. അത് ഏതാ നനച്ചുകുളി? അത് നമ്മൾ വീടും പരിസരം മാത്രം വൃത്തിയാക്കലല്ല, കൽബ് വൃത്തിയാക്കലാണ്. കൽബ് ശുദ്ധിയാക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ വീട്. ഈ കൽബൊന്ന് ശുദ്ധിയായി കിട്ടണം. കൽബ് ശുദ്ധിയാക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, നനച്ചുകുളി നടത്തുന്നില്ല എങ്കിൽ നമുക്ക് റമദാൻ കിട്ടൂല. അപകടമാണ്. കൽബ് ശുദ്ധിയാകാൻ എന്ത് ചെയ്യണം? അത് ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹിനോട് ധാരാളം കരഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, കരഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുക. മനസ്സിലായോ? ഞാൻ ഒരു മനോഹരമായ വഴിയും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താരാണ്. തൗബ ചെയ്യുമ്പോൾ ഒളു എടുത്ത് വന്നിരുന്ന് ഇസ്തിഗ്ഫാറൊക്കെ കുറച്ച് ചൊല്ലിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? തൗബയുടെ നിസ്കാരം. ആ നിസ്കാരത്തിൻ്റെ പേരിന് തൗബയുടെ നിസ്കാരം എന്നാണ്. അപ്പോൾ 2 റക്അത്ത് സുന്നത്താക്കപ്പെട്ട തൗബയുടെ നിസ്കാരം 2 റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഖിബിലക്ക് അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു. സാധാരണ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക. സലാം വീട്ടിയിട്ട് 70-ൽ കുറയാത്ത ഇസ്തിഗ്ഫാർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ട് മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹ് പുറത്തുതരും, ലൈഫ് മാറും. ഈ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് വേണം റമദാനിനെ സ്വീകരിക്കാൻ. മനസ്സിലാവുണ്ടോ? റമദാനിനെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത്, അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹയാത്താക്കാനുള്ളതാണ്. ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഹയാത്താക്കാനുള്ള രാത്രിയാണ്, കിടന്നുറങ്ങാനുള്ള രാത്രിയല്ല. അപ്പോൾ ഉസ്താദേ ഞങ്ങൾക്ക് അങ്ങനെ രാത്രി മുഴുവൻ ഇബാദത്തിനൊന്നും പറ്റൂല. ശരി, അത്രയും പറ്റിയില്ലെങ്കിലും കഴിയുന്നവരൊക്കെ ജമാഅത്താക്കുക നിസ്കാരം, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും? സ്ത്രീകൾ വീട്ടിലുള്ള കുട്ടികളുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ 2 സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. മനസ്സിലായോ? പിന്നെ മെൻസ്ട്രൽ പീരീഡിലുള്ള സഹോദരിമാർ തീരെ പേടിക്കണ്ട. എന്തിനാ സങ്കടപ്പെടുന്നത്? ഇത് നിങ്ങൾക്ക് തന്നത് അള്ളാഹുവാണ്. അപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കിയുള്ള അമൽ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലാം, ദിക്റുകൾ ചൊല്ലാം, ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാം, സ്വതക്ക ചെയ്യാം, ഹദിയ ചെയ്യാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സംഗതിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി ഹയാത്താക്കും, ഞാൻ നന്മകൾ ചെയ്യും, ധാരാളം ഇബാദത്തുകൾ ചെയ്യും എന്നുള്ള ഉറച്ച ബോധ്യം നമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്നത്തെ രാത്രി വളരെയേറെ പ്രത്യേകതയുള്ളതാണ് 3 യാസീൻ എന്ന് പറയുന്നത് അല്ലേ? 3 യാസീൻ. ആ 3 യാസീൻ ഓതാൻ മറക്കരുത്. എല്ലാവരും ഓതൂലേ? ഒന്ന് ആയുസ്സിൽ ബറക്കത്തിനാണ്. ഇൻഷാ അല്ലാഹ് യാസീനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകളെയും ദീർഘായുസിന് ഓതാനാണ്. അല്ലല്ല, ദീർഘായുസ് വെറുതെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. എന്തിനാ ദീർഘായുസ് വെറുതെ കിട്ടിയിട്ട്? അതുകൊണ്ട് തന്നെ ബറക്കത്തുള്ള ദീർഘായുസ്.
ജീവിക്കുന്ന കാലത്തോളം ബറക്കത്താണ്, സമാധാനമാണ് വേണ്ടത്. അതിനൊരു യാസീൻ. മറ്റൊന്ന് ഭക്ഷണത്തിൽ ബറക്കത്ത്. ഭക്ഷണം വിശാലമാകാനല്ല, ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ. ഭക്ഷണം വിശാലമായാണ് നമ്മളൊക്കെ വീപ്പക്കുറ്റികൾ പോലെയുള്ള കൊളസ്ട്രോളും പ്രഷറും ഒക്കെ വന്നു കൂടിയിട്ട് അല്ലേ. അപ്പോൾ ഭക്ഷണത്തിൽ ബറക്കത്താണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് മാരക രോഗങ്ങൾ വരരുത്, അപകടങ്ങൾ വരരുത്. ഹൈറായ നിലക്ക് ഭക്ഷണം കിട്ടണം, പട്ടിണിയാകരുത്, റാഹത്താകണം. മറ്റൊന്ന്, നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി, അതുമാത്രമല്ല നമ്മുടെ ഈമാൻ സലാമത്തായി നല്ല മരണം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ മൂന്നാമത്തെ യാസീൻ്റെ കൂടെ വേറെ എന്തെല്ലാം നെയ്യത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടോ, കടം വീടാൻ, മക്കളുടെ കല്യാണം നടക്കാൻ, എല്ലാം നമുക്ക് മൂന്നാമത്തെ യാസീൻ്റെ കൂടെ നെയ്യത്ത് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 3 യാസീൻ മറക്കാതെ ഓതണം, അതും പ്ലാൻ ചെയ്ത് വെക്കണം. 4-ാമത്തേത് സൂറത്ത് ദുഹാനാണ്. ഞാൻ ദുഹാൻ ഓതും, അറിഞ്ഞിരിക്കണമല്ലോ നമ്മൾ. സൂറത്ത് ദുഹാൻ ഇപ്പോൾ നമ്മൾ കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും രാത്രി 15 ആദ്യത്തെ 8 ആയത്തുകൾ 15 തവണ നമ്മൾ ഓതി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മജ്ലിസ് കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾ കറക്റ്റ് പങ്കെടുക്കണില്ല. അപ്പോൾ പിന്നെ നമ്മുടെ മൂടും പോയില്ലേ. തമാശ പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ കൃത്യം 7 മണിക്ക് നമ്മുടെ മജ്ലിസ് ഉണ്ടാകണം. ബറാത്ത് രാവൊക്കെ നമുക്ക് മനോഹരാക്കണം. ഇന്ന് കൃത്യം നിങ്ങൾ പങ്കെടുക്കും. നിങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ മജ്ലിസ് നടത്തുള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടാവോ? രാത്രി 7 മണിക്ക് ഉണ്ടാവോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മജ്ലിസ് ഉഷാറാക്കണം. ബറാത്തിന് മുമ്പ് നമ്മൾ ചൊല്ലിയിരിക്കേണ്ട ദിക്റുകൾ ഇന്ന് ചൊല്ലിയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ദ്വാരക്കണം. ബറാത്ത് അനുകൂലമാക്കി മാറ്റണം, ഇല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ബറാത്ത് രാവിലെ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ നേരം വെളുക്കും മുമ്പ് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മൾ പരിശുദ്ധന്മാരായി മാറും. അപ്പോൾ സൂറത്ത് ദുഹാൻ മറക്കാതിരിക്കുക. 5-ാമത്തത് ദുആ തന്നെയാണ്. മനസ്സറിഞ്ഞ് ദ്വാരക്കുക. അത് മനസ്സുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പറ്റുമല്ലോ. ദുആ അത് മുഖുൽ ഇബാദത്തിൻ്റെ അടിത്തറയാണ്. ഏതാരാധനയും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ദ്വാരക്ക, മനസ്സറിഞ്ഞ് ദ്വാരക്ക, അല്ലേ? നമ്മുടെ ദുആ അല്ലാതെ എന്താ നമ്മുടെ കയ്യിലുള്ള ആയുധം? ദുആ. അത് സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധമാണ്. പടച്ചോനിലേക്ക് എല്ലാം ചോദിക്കാൻ പറ്റിയ നിമിഷം നഷ്ടപ്പെടുത്തി കളയരുത്. മറ്റൊന്ന് 6-ാമത്തെ എന്താണ്? അത് ചൊവ്വാഴ്ചത്തെ നോമ്പാണ്. പകൽ സമയത്ത് നോമ്പ് പിടിക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൂമൂ ലൈലഹ വസൂമൂ നഹറഹ. രാത്രിയിൽ, ബറാത്തിൻ്റെ രാത്രി നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, പകൽ സമയത്ത് നോമ്പ് പിടിക്കാം. അപ്പോൾ നമുക്ക് എന്തെല്ലാം നിയ്യത്തുകൾ വെക്കാൻ പറ്റും? ബറാഅത്തിൻ്റെ, അതായത് ഷഅബാൻ 15 സുന്നത്താക്കപ്പെട്ട നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടാൽ ഞാൻ കരുതി. അത് ബറാഅത്തിൻ്റെ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെയോ ഷഅബാനിൽ എല്ലാ ദിവസവും നോമ്പ് സുന്നത്തുണ്ട്. അപ്പോൾ ഷഅബാനിലെ സുന്നത്താക്കപ്പെട്ട ഒരു നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ കരുതി. അതൊന്ന്. മറ്റൊന്ന് അയ്യാമുൽ ബീളിൻ്റെ 13, 14, 15 എല്ലാ മാസവും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇത് 15 അപ്പോൾ അയ്യാമുൽ ബീളിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ട് ഞാൻ കരുതി. അതൊരു നിയ്യത്ത്. മറ്റൊന്ന്, നഷ്ടപ്പെട്ടു പോയ റമദാനിൽ നിന്നുള്ള നോമ്പുണ്ടെങ്കിൽ ഫർലാക്കപ്പെട്ട നോമ്പ് നമുക്ക് അതിൻ്റെ കൂടെ നോറ്റുവിട്ടാവുന്നതുമാണ്. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം പകൽ നോമ്പൊക്കെ കൊണ്ട് കളർഫുള്ളാക്കണം. ചെയ്യൂലേ? അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം അന്നത്തെ രാത്രി നമ്മുടെ വീട്ടിലൊക്കെ സുഗന്ധം, ഇങ്ങനെ മനോഹരമായ സുഗന്ധം പരക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മുടെ വീടും ഒക്കെ സുഗന്ധപൂരിതമാകട്ടെ. എല്ലാത്തിലുപരി മനസ്സിൽ സുഗന്ധം ഉണ്ടാകണം. എല്ലാവരോടും സ്നേഹം. എല്ലാവരോടെന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്നേഹിക്കുന്നവരോടൊക്കെ സ്നേഹം. ആദ്യം കെട്ടിയോളോടും പിള്ളേരോടും കെട്ടിയവനോടൊക്കെ സ്നേഹം കാണിക്കണം. അമ്മായി അമ്മേനോടൊക്കെ വല്ലാത്തൊരു സ്നേഹമൊന്നും. സംഗതി എന്നെ ദ്രോഹിച്ച് എടങ്ങേറാക്കണ അമ്മായിയമ്മയാണെങ്കിലും ഭാവാണ് കേട്ടാ. അങ്ങനെയല്ല, നല്ല നിലയ്ക്ക് അമ്മായിയമ്മ മരുമോളൊന്നുമില്ല, ഉമ്മായും മോളുമായൊക്കെ മാറി മനോഹരമായിട്ട് സ്നേഹം കൊണ്ട് നിറയട്ടെ. പിന്നൊരു വർഷം അള്ളാഹു മനോഹരാക്കി തരും. പടച്ചറബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും മജ്ലിസിലുണ്ടാവില്ല, ഇന്ന് രാത്രി ഉണ്ടാകണം. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. ഞാൻ പറയുമ്പോഴുള്ള ഓർമ്മയുള്ളൂ നിങ്ങൾക്ക്. 2 കുടുംബമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയാതെ അവരെ ഏറ്റെടുത്ത് കഴിയുന്നത് പോലെയൊക്കെ ഹദിയ ചെയ്ത് അവരെയും സഹായിക്കുക. അല്ലാഹു നമ്മെ ഏറ്റെടുക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്തൊരു മഹാനായ സ്വഹാബിയുണ്ട്. 10 കൊല്ലം സേവനം ചെയ്തു. എന്നിട്ടും എന്താണ് മോനെ അങ്ങനെ ചെയ്തത് എന്ന് മുത്തനബിക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല. അത്ര പക്കയായിട്ട് മുത്തനബിയെ സേവനം ചെയ്ത മഹാൻ ആരാണത്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാം കഴിയുന്നവരൊക്കെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി ഉത്തരം അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരി പറഞ്ഞു, 15,000 രൂപ ഞങ്ങൾക്ക് ഒരു ഉസ്താദേ. ഞാൻ ചോദിച്ചു എന്താണ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. സമ്മാനം. ഞാൻ ചോദിച്ചു ഉത്തരമൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ടോ? ഉത്തരം കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലോ എന്നാണ്.
സാരമില്ല, അള്ളാഹു അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഉത്തരവൊന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലേ, ഒരു ആമീനെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യുക. കാരണം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനത് ഉപകരിക്കും. പിന്നെ നമ്മുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്വബാഹുൽ ഖൈറിൻ്റെ അഹലുകാരാക്കി മാറ്റണം. നമ്മളൊരു നിയ്യത്തെടുക്കണം, അള്ളാൻ്റെ മാർഗ്ഗത്തിലേക്ക് ഞാനൊരാളെ കൊണ്ടുവരും. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഡെയിലി ഒരാളെങ്കിലും സ്വബാഹുൽ ഖൈർ ഞാൻ കാണിക്കും, ഞാൻ സ്വബാഹുൽ ഖൈറിനെ കുറിച്ച് 2 പേരോട് പറയും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത ആളുകളുണ്ടോ? ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമാണ്. കാരണം നമ്മൾ കാരണം ഒരാൾ ഹംദ് പറയുമ്പോൾ അല്ല നമ്മുടെ ലൈഫ് തന്നെ മാറ്റിത്തരൂലേ. അത്ര മനോഹരമാണ് സ്വബാഹുൽ ഖൈർ, അത്ര അത്ഭുതമാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിക്കണം കേട്ടോ, എല്ലാവരും ഉണ്ടാവണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين ربي, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണയല്ല. അവിടുത്തെ പൊരുത്തവും മദതും തരണയല്ല. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നന്നാക്കണയല്ല. ബറാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണയല്ല. ബറാഅത്ത് ലഭിക്കാത്ത ഹതഭാഗ്യരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ല. പടച്ചവൻ, ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് കരഞ്ഞുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരുണ്ട്. കണ്ണുനീരാണ് റബ്ബെ, സങ്കടങ്ങളൊക്കെ അകറ്റണയല്ല. പടച്ചവനെ, അസുഖബാധിതരായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ പ്രായം ചെന്ന ഉമ്മമാർ, ഉപ്പമാർ ഒരുപാട് പേരുണ്ട്. യാ റബ്ബി, എന്താണോ ഹൈറെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. ജീവിതമാണ് ഹൈറെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. മറിച്ചാണെങ്കിൽ നീ നരകിപ്പിക്കാതെ ഈ മനസ്സലാമത്താക്കി കൊടുക്കണേ അല്ല. ഞങ്ങളാരെയും നീ തളർത്തിക്കളയല്ലേ അല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കണേ അല്ല. ജീവിച്ചിരിക്കുന്ന ഉപ്പ ഉമ്മ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. അവർക്ക് ഖിദ്മത്ത് ചെയ്ത് നിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. പടച്ചോനെ, മക്കളെ നന്നാക്കണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. വഴികേടിൽ നിന്ന് കാവലേകണയല്ല. എല്ലാ പരീക്ഷകളിലും മദ്രസയിലാകട്ടെ സ്കൂളിലാകട്ടെ SSLCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ തുടങ്ങി, നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തുടങ്ങി, എന്തെല്ലാം എക്സാമിന് വേണ്ടി ഒരു പെൺകുട്ടി പറഞ്ഞു, ഉസ്താദേ ഞാൻ IAS പഠിക്കാൻ പ്രിപ്പയർ ചെയ്യണം. മാഷാ അല്ലാഹ്, ദീനിൻ്റെ ചുണക്കുട്ടികൾ വളരട്ടെ. അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണയല്ല. കടങ്ങളെല്ലാം നീ വീട്ടണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രവാസികൾക്ക് ഹൈർ നൽകണയല്ല. പടച്ചവനെ, ഒരു കമൻറ്റ് കൊണ്ടോ ലൈക്ക് കൊണ്ടോ ഉത്തരം കൊണ്ടോ ഈ സദസ്സിനെ ചേർത്ത് പിടിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അവരെ നീ അനുഗ്രഹിക്കണയല്ല. റിലീഫ് പദ്ധതിയിലേക്ക് പാവപ്പെട്ടവരിലേക്ക് സഹായങ്ങൾ ചെയ്യുന്നവർ, പലരുടെയും കയ്യിലില്ലാഞ്ഞിട്ട് പോലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണമെന്നുള്ള മനസ്സുള്ളവരാണ് റബ്ബെ. അവരെ ഒരിക്കലും നീ കൈവെടിയല്ല തമ്പുരാനെ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. പരിശുദ്ധ ഭൂമിയിലേക്ക് വന്നണയാതെ ഞങ്ങളെ റൂഹ് പിടിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ, നിൻ്റെ നെളറയിൽ, നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.